സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ മാർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 10, 17 മുതൽ 31 വരെ തിരുവചനങ്ങൾ. യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുവൻ ഓടി വന്ന് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി ചോദിച്ചു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? യേശു അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? ദൈവം ഒരുവനല്ലാതെ നല്ലവനായി ആരുമില്ല. പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, വഞ്ചിക്കരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. അവൻ പറഞ്ഞു, ഗുരു, ചെറുപ്പം മുതൽ ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ട്. യേശു അവനെ സ്നേഹപൂർവ്വം കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്. പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഈ വചനം കേട്ട് വിഷാദിച്ച് സങ്കടത്തോടെ അവൻ തിരിച്ചുപോയി. കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. യേശു ചുറ്റും നോക്കിക്കൊണ്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, സമ്പന്നർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. അവന്റെ വാക്ക് കേട്ട് ശിഷ്യന്മാർ വിസ്മയിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, മക്കളെ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. അവർ അത്യന്തം വിസ്മയഭരിതരായി ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് കഴിയും? യേശു അവരുടെ നേരെ നോക്കി പറഞ്ഞു, മനുഷ്യന് ഇത് അസാധ്യമാണ്, ദൈവത്തിന് അങ്ങനെയല്ല. പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരിൽ ആർക്കും ഇവിടെ വെച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കുകയില്ല. ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും മാതാക്കളും മക്കളും വയലുകളും അവയോടൊപ്പം പീഡനങ്ങളും വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. കർത്താവിന് ഏറ്റവും സ്നേഹിക്കപ്പെട്ട ദൈവജനമേ, ഇന്ന് നമ്മുടെ ഈ എഫാത്ത കുടുംബത്തിലേക്ക് വന്ന ഉടനെ ബൈബിൾ തുറന്നപ്പോൾ കിട്ടിയ വചനമാണെന്ന് വായിച്ചത്. യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു നല്ല സമ്പത്തുള്ളൊരു മനുഷ്യൻ വന്ന അവൻ്റെ മുമ്പിൽ അവനെപ്പറ്റി പറയുന്നൊരു കാര്യമുണ്ട്, നല്ലവനായ ഗുരു. അപ്പോൾ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, നല്ലവൻ ഒരാളേ ഉള്ളൂ, ദൈവം മാത്രമേ നല്ലനുള്ളൂ. ദൈവം മോളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നീതിമാനായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി ആരെയും കണ്ടില്ല, നീതിമാൻ ഒരുവൻ പോലുമില്ല എന്ന ദൈവം നമ്മെ ഓർപ്പിക്കുന്നത്. ദൈവം മാത്രമേ നല്ലവനായിട്ടുള്ളൂ. എന്നിട്ട് ഈശോ അവനോട് പറഞ്ഞു, ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ഒന്നാമതായിട്ട് നീ പ്രമാണങ്ങളൊക്കെ അനുസരിക്കണം. അപ്പോൾ അവന് പറഞ്ഞൊരു കാര്യം, ഞാനെല്ലാം കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. ഈശോ അവൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു, ശരിയാ, നീ വലിയ കുഴപ്പമില്ലാത്തവനാ, നീ കൽപ്പനകളൊക്കെ പാലിക്കുന്നുണ്ട്. പക്ഷെ നിനക്ക് എൻ്റെ ശിഷ്യനായിട്ട് തീരണം എങ്കിൽ നിനക്ക് ഞാൻ ഒരു കുറവ് കാണുന്നുണ്ട്. ആ കുറവ് എന്താണെന്ന് ഈശോ ശരിക്കും മനസ്സിലാക്കി. എന്നിട്ട് പറഞ്ഞു, നിന്റെ ഇന്ന് നീ കരുതി വച്ചിരിക്കുന്ന ഭൗതിക സുഖത്തിന് വേണ്ടിയുള്ള സമ്പത്ത് നീ ഉപേക്ഷിക്കാൻ തയ്യാറുണ്ടോ? പക്ഷെ ഇത് കേട്ടപ്പോൾ അദ്ദേഹം ദുഃഖിച്ചു പോയി എന്നാ പറയുക. ദുഃഖിച്ച് യേശുവിൻ്റെ ശിഷ്യനായി
അപ്പോസ്തല ഗണത്തിൽ പെടുന്നതിന് പകരം അദ്ദേഹം വന്ന വഴിയെ തിരിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, ഇന്നും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് നമ്മളൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും അത്ര എളുപ്പമുള്ള പരിപാടിയല്ല എന്ന് യേശു തന്നെ പറയുക. ഇത് ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്ന പോലെയാണ്. ഇത് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാത്തൊരു കാര്യമാണ്. അച്ഛന് പോലും ഇതെന്താണ് ഈ ഒട്ടകവും സൂചിക്കുഴയും പണ്ടൊരു നാടകമൊക്കെ കണ്ടെങ്കിലും അന്നും പിടികിട്ടിയില്ല. പിന്നെ ചില സ്ഥലത്ത് ചില പുസ്തകങ്ങളൊക്കെ വായിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യമുണ്ട്. ജെറൂസലം ദേവാലയത്തിലെ ഒരു കൊച്ചു വാതിലുണ്ടായിരുന്നു. ആ വാതിലിൻ്റെ പേരാണ് ഇത്. ആ വാതിലിൻ്റെ ഒരു പ്രത്യേകത, പെട്ടെന്ന് ദേവാലയത്തിനകത്തേക്ക് കിടക്കാം. ഇതിലൂടെ കടന്നു പോയാൽ പിന്നെ അവൻ സ്വർഗത്തിൽ എത്തി, ദേവാലയത്തിലെത്തി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെത്തി എന്നായിരുന്നു അവരുടെ വിശ്വാസം. പക്ഷെ അതിൻ്റെ അകത്തൂടെ കിടക്കണമെങ്കിൽ കൊച്ചു പിള്ളേർക്ക്, അധികം തടിയൊന്നുമില്ലാത്തവർക്ക് വളരെ ഈസി ആയിട്ട് മുട്ട നീന്തി അതിൻ്റെ അകത്തൂടെ കിടന്ന് വലിഞ്ഞേ പോകാൻ പറ്റുള്ളൂ. അപ്പം ചില അമ്മമാർ നേർച്ചയായിട്ട് ഈ സൂചിക്കുഴയിലൂടെ കൊണ്ട് പിള്ളേരെ കിടത്തി വിടുന്ന പരിപാടി ഉണ്ടായിരുന്നാണ് പറഞ്ഞ്. അപ്പം പിള്ളേർ പെട്ടെന്ന് അതിൻ്റെ അകത്തോട്ട് അവിടെ കൊണ്ടുപോയിട്ട് നിർത്തിക്കഴിഞ്ഞ് അപ്പുറത്ത് പോയി മാനയിങ് വരാൻ പറഞ്ഞാൽ കൊച്ചുങ്ങൾ പെട്ടെന്ന് ആ അതിലൂടെ മുട്ട നീന്തി എളുപ്പത്തിൽ വലിഞ്ഞ് അപ്പുറത്ത് ചെല്ലും. പിന്നെ പ്രായമുള്ളവർക്കും വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് കിടന്നു കഴിഞ്ഞാൽ സ്വർഗരാജ്യം കിട്ടുമെന്ന് വിശ്വാസമുണ്ട്. അതിനുവേണ്ടി ഒത്തിരി തപസ്സും പ്രായശ്ചിത്തവും ഒക്കെ എടുത്ത് ചിലർ 101 ദിവസം ഉപവാസം എടുത്തും തടി മാത്രം എല്ലും കോലും മാത്രമായിട്ട് വലിഞ്ഞ് കഷ്ടപ്പെട്ട് ആ തടിയൊക്കെ കുറച്ച് അവൻ്റെ വയറുമൊക്കെ കുറച്ച് അവൻ വളരെ മെലിഞ്ഞ് ഉപവാസമൊക്കെ എടുത്ത് അതിൻ്റെ അകത്തോട്ട് കയറിപ്പോകുമായിരുന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ കഷ്ടപ്പെട്ടാണ് ആ ദേവാലയത്തിൽ അവർ ഈ വാതിലിലൂടെ കടന്നു പോയിരുന്നത്. അപ്പോൾ അവരുടെ വിശ്വാസത്തിന് വേണ്ടി അവരിങ്ങനെ ഉള്ള ചെറിയ ത്യാഗപ്രവർത്തികൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈശോ പറഞ്ഞു, സ്വർഗരാജ്യത്തിലെത്താനും മനുഷ്യന് ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് അവൻ്റെ സമ്പത്തിനെ കുറിച്ചുള്ള അമിതമായി ഇത് എൻ്റേതാക്കി വെക്കണമെന്നുള്ള മനുഷ്യൻ്റെ വലിയൊരാഗ്രഹമാണ്. എനിക്ക് ഈ ലോകത്തിൽ കുറച്ച് എൻ്റേതാക്കി വെക്കണം. ഇത് നമ്മൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഈശോ പറയുക, ഉപേക്ഷിച്ചാൽ നഷ്ടമൊന്നുമല്ല. ദൈവരാജ്യത്തിന് വേണ്ടി ആരെങ്കിലും ഉപേക്ഷിച്ചാൽ എന്തെല്ലാം ഉപേക്ഷിച്ചോ, ഉപേക്ഷിക്കുന്നതിൻ്റെ ഇരട്ടിയല്ല 100 ഇരട്ടി കിട്ടും. ഇവിടെ വെച്ച് തന്നെ കിട്ടും. സഹോദരന്മാരെ കിട്ടും, സഹോദരിമാരെ കിട്ടും, മാതാക്കളെ കിട്ടും, മക്കളെ കിട്ടും, ഭൗതികമായ എല്ലാം കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സഹനങ്ങളും ഈ ഒപ്പം ഉണ്ടാകും. ഇത് കിട്ടുന്ന കൂടെ തന്നെ സഹനവുമുണ്ട്. ഏറ്റവും ഒടുവിൽ പ്രിയപ്പെട്ടവരെ, വലിയൊരു വാഗ്ദാനവും കൂടെ യേശു നൽകി. ഈ സഹനത്തിന്റെ എല്ലാം അവസാനമായി വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ പറഞ്ഞു പഠിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാ. പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം നേടിയാലും, ഡിഗ്രി നേടിയാലും, വലിയ ഭൂസ്വത്ത് നേടിയാലും, വലിയ വീട് കിട്ടിയാലും, നല്ല കാറ് കിട്ടിയാലും, നിത്യജീവൻ അവകാശമാക്കുന്നില്ലെങ്കിൽ കാര്യമില്ല. കർത്താവ് വെളിപ്പെടുത്തി മത്തായി 16:26 പറയുന്നൊരു കാര്യമുണ്ട്. നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമാക്കിയാൽ എന്താണ് പ്രയോജനം? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവിന് പകരമായി നമുക്ക് എന്ത് കൊടുക്കാനായിട്ട് സാധിക്കും? ലോകത്തിലെ എല്ലാ സൗഭാഗ്യവും എല്ലാ നേട്ടങ്ങളും നമ്മൾ ദൈവസന്നിധിയിൽ വെച്ചിട്ട് ആത്മാവിനെ ഒരു സ്ഥലത്ത് വെച്ചാൽ ആത്മാവിനാണ് കൂടുതൽ വില എന്ന് ദൈവം നമ്മെ ഓർപ്പിക്കുക. ലോകം മുഴുവനേക്കാളും വിലയുള്ളത് ആത്മാവിനാണ്. കഴിഞ്ഞ ദിവസം ഞാൻ TV വെറുതെ ഒന്ന് തുറന്നപ്പോൾ കണ്ട ഒരു കാര്യം ഞാൻ ഓർക്കുക. ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഒരുപാട് സ്വർണ്ണമുണ്ട്. പക്ഷെ ഈ സ്വർണ്ണമെല്ലാം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലത്ത് ആളുകൾ കീറ തുണി ഉടുത്തുകൊണ്ടാണ് അവരതിൻ്റെ അകത്തെല്ലാം പണിയെടുക്കുന്നത്. എന്നിട്ട് ഒരു ശകലം ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലും പൊതി കണ്ടാൽ ഇവർ സ്വർണ്ണമൊക്കെ വലിച്ചെറിഞ്ഞേച്ച് ഈ പൊതിയെടുക്കാൻ പോകും. അവിടെ ഭക്ഷണത്തിന് ഭയങ്കര ദാരിദ്ര്യമാണ്. ഈ സ്വർണം ഉണ്ടാക്കുന്ന മേഖലയിൽ പണിയുന്ന തൊഴിലാളികൾക്ക് ഭക്ഷണം കഴിക്കാൻ നല്ല ഭക്ഷണം കിട്ടാനില്ല. ഒരു പഴം കണ്ടാൽ സ്വർണ്ണമൊന്നും അവർക്ക് വലിയ പ്രശ്നമല്ല. പ്രിയപ്പെട്ടവർ, നമ്മൾ ഈ കേരളത്തിലുള്ളവരൊക്കെ സ്വർണം കണ്ടാൽ എല്ലാം കളഞ്ഞേച്ചു പോകും.
അരപ്പവൻ്റെ അല്ലെങ്കിൽ ഒരു ചെറിയ പണവട സ്വർണം പോയാൽ, പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ പള്ളിയിൽ എന്നെ കാണാൻ കൊച്ചുങ്ങളെയും കൊണ്ട് വന്ന ഒരു അമ്മയുടെ കരച്ചിൽ ഞാൻ കണ്ടു. ഒരു കൊച്ചിൻ്റെ കയ്യിൽ ഒരു ചെറിയ മോതിരം ഇടിപ്പിച്ചുകൊണ്ട് വന്നതാണ്. എവിടെയോ അതിലേ എല്ലാം ചുറ്റി നടന്നപ്പം മോതിരം പോയി. അമ്മ കരയാൻ തുടങ്ങി. ഇനി എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റിയല്ല, സ്വർഗരാജ്യം ആത്മാവ് പോയതിനേക്കാളും വലിയ വിഷമിച്ച് കരയുന്ന അമ്മയെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും നമ്മുടെ ഭൗതികമായ ചില സമ്പത്ത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖം, അത് നമ്മളെ പലപ്പോഴും നാശത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. എന്നാൽ നമ്മൾ ആത്യന്തികമായിട്ട് നമ്മൾ ദുഃഖിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് എന്ന് ദൈവത്തിന് ഇന്ന് നമ്മെ ഓർപ്പിക്കുക. നമുക്ക് നിത്യജീവൻ ലക്ഷ്യമാക്കി ജീവിക്കുന്നവരാകാം. യേശു നമ്മളെ ഓർപ്പിക്കുന്നത് ഭൗതിക സമ്പത്തിന് വേണ്ടി നമ്മൾ നെട്ടോട്ട് ഓടുന്നൊരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ഞാൻ ഓർക്കും, ചിലരൊക്കെ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ, പണ്ടൊരു സഹോദരി, അതെന്നും എൻ്റെ മനസ്സിൽ ഓർക്കും, ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 10,000-40,000 രൂപയിലധികം ശമ്പളം മേടിക്കുന്ന ഒരു സഹോദരി, അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കണേ, ലണ്ടന് പോകാൻ വേണ്ടിയാണ്, ഞാൻ ഈ പരീക്ഷ എഴുതിയിട്ടൊന്നും ജയിക്കുന്നില്ല. എന്നാൽ ഞാൻ ചോദിച്ചു, നിനക്കിവിടെ ജോലിയൊക്കെ ഉണ്ട്, 10,000-48,000 രൂപ ഉണ്ട്, മതിയില്ലേ? എൻ്റെ അച്ഛോ, അങ്ങനെയാണോ അച്ഛൻ പറയുന്നത്? എന്നാ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു 4 ലക്ഷം 5 ലക്ഷമൊക്കെയാണ് ശമ്പളം മേടിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത്രയും കുറച്ച് ശമ്പളം എടുത്തുകൊണ്ട് എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുക? പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഇങ്ങനെ എത്ര കിട്ടിയാലും നമുക്ക് തികയില്ല. ഏറ്റവും വലിയ നിധിയായ ദൈവത്തെ സ്വന്തമാക്കി കഴിഞ്ഞാൽ ഈ ലോകത്തിലെ മറ്റ് നിക്ഷേപമൊന്നും വലിയ പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുകയില്ല. ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇതിൻ്റെ എല്ലാം പിന്നാലെ ഓടും. ഒരാൾക്ക് ജോലി കിട്ടുന്നോളം വരെ എനിക്ക് 10,000 രൂപയുടെ ആണെങ്കിലും കുഴപ്പമില്ലെന്ന് പറയും. കിട്ടി കഴിയുമ്പോൾ അവൻ വീണ്ടും പോരാ. 40,000 രൂപയുടെ ജോലി കിട്ടിയ ആൾ പോരാ, എനിക്ക് 4 ലക്ഷം വേണം. അപ്പുറത്തൊരാൾ 6 ലക്ഷം മേടിക്കുന്നുണ്ടെന്നറിഞ്ഞാൽ പിറ്റേ ദിവസം എനിക്ക് ദുഃഖമായി. എനിക്ക് പെരയില്ല, എനിക്കൊരു ചെറിയ പെര കിടക്കാനായിട്ട് ഉണ്ടായാൽ മതിയെന്ന് പ്രാർത്ഥിച്ചിരുന്ന ആൾ അപ്പുറത്തൊരാൾ വലിയ പെര ഉണ്ടാക്കി കഴിയുമ്പോൾ അസ്വസ്ഥരായി. നമ്മൾ ഈ വിധത്തിൽ ദുഃഖിതരാകുന്ന ഒരു ജനമായി മാറിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, എനിക്ക് കൂടുതൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ജപമാലയുടെ മുമ്പ് എനിക്ക് ഫാത്തയുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ എത്താൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് കരയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വലിയ കാര്യമാണ്. എനിക്ക് ഇന്നെൻ്റെ അച്ഛ, എനിക്ക് ആ ജപമാല പ്രാർത്ഥനയുടെ മുമ്പിൽ ഫാത്ത പ്രാർത്ഥനയ്ക്ക് എത്താൻ പറ്റിയില്ല. നമ്മൾ ഇങ്ങനെയൊക്കെ, എനിക്ക് ആ സമയത്തെത്താൻ പറ്റിയില്ല, കൂടുതൽ പ്രാർത്ഥിക്കാൻ പറ്റിയില്ല, ഞാൻ ദിവസം മുഴുവൻ കൊണ്ട് എല്ലിക്കൊണ്ടിരുന്ന ആൾ ഇന്ന് എനിക്കത് പറ്റിയില്ല എന്നോർത്തുള്ള ആത്മീയമായൊരു ദുഃഖം നമുക്കുണ്ടാകുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. നമ്മൾ അതിനൊക്കെ പകരം നമ്മുടെയൊക്കെ ദുഃഖം ഭൗതികമായ നഷ്ടങ്ങളെ ഓർത്തുള്ള ദുഃഖമാണ്. നമുക്ക് നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ദൈവത്തിൻ്റെ ആ ആത്മാവിന് വേണ്ടി, അത് നേടാൻ വേണ്ടിയുള്ള യജ്ഞം നമ്മളിൽ ഉണ്ടാകട്ടെ.